Yes. ഹലോ ഗായ്സ്, വെൽക്കം ടു അബി ബ്ലോഗ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൂവി റിവ്യൂ ആണ്, അതായത് മദ്രാസി മൂവി റിവ്യൂ. ആൻഡ് ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. 21ാമത്തെ വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ അത് ഒരു ദിവസം മുമ്പാണ് എടുക്കുന്നത്, ബട്ട് ഞാൻ ഓൾറെഡി ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഞാൻ കുറേ പോയിന്റ്സ് വിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ എടുക്കാം. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 14 ഞാൻ വീഡിയോ എടുക്കുന്നത്, ബട്ട് 15 രാത്രി 12:01 ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ 12:01 പോസ്റ്റ്. അതായത് സെപ്റ്റംബർ രാത്രി 12:01 12:01 AM ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പം ഏകദേശം 7 മണി കഴിഞ്ഞ് ഇതിനി എഡിറ്റിങ് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ഫസ്റ്റ് അബൌട്ട് ദിസ് മൂവി. ഈ മൂവി എനിക്കൊരു ഇഷ്ടപ്പെട്ടു. ഒരു എബോ ആവറേജ് പടം എന്നുവെച്ചാൽ ഭയങ്കര ഇതല്ല, ബട്ട് എബോ ആവറേജ്, ബിലോ ആവറേജ് അല്ല, എബോ ആവറേജ്. എക്സ്പെഷ്യലി ശിവകാർത്തികേയൻ പുള്ളിക്കാരൻ നൈസായിട്ട് പുള്ളിക്കാരൻ്റെ റോളെല്ലാം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ആക്ഷൻ ആയാലും റൊമാൻറ്റിക് ആയാലും പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് ഒരു ഡിസോർഡർ സംതിങ് ഉണ്ട്. ചെറിയ സ്പോയിലറൊക്കെ ഉണ്ട് ഈ വീഡിയോ. ഓക്കെ, സംതിങ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ പുള്ളിക്കാരൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് സാധാ കൊമേഴ്ഷ്യൽ പടങ്ങൾ മാത്രമല്ല, ആക്ഷൻ പടങ്ങളും ചെയ്യാൻ പറ്റും. അതായത് നോർമൽ പടങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് മാവീരന് മുമ്പ് വരെ ഏകദേശം നോർമൽ പടമായിരിക്കും. ഒരു ആക്ഷൻ പടമൊക്കെ കണ്ടു തുടങ്ങിയത് മാവീരൻ, ഹീറോ, അങ്ങനെ 2-3 പടം. അതേപോലത്തെ ഒരു ആക്ഷൻ പടത്തിൽ വരുന്നതാണ് മദ്രാസി. നൈസ് പടം എന്ന് വെച്ചാൽ കണ്ടിരിക്കാൻ പറ്റി. എന്നുവെച്ചാൽ ഒരുപാട് ബോറടിയൊന്നുമില്ല. ചെറിയ ചെറിയ ലാഗും പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് കത്തി പരിപാടികളും കൂടെ ഉണ്ട്. അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം നൈസ് കുറച്ചും കൂടെ ഞാനൊരു മസ്റ്റ് വാച്ച് സാധനം പറഞ്ഞേന്. ഓക്കെ, മെയിനായിട്ട് ഓക്കെ ശിവകാർത്തികേയൻ അത് കാര്യം പറഞ്ഞു. നെക്സ്റ്റ് മുരുകദാസിന്റെ കംബാക്ക്, അതായത് സിക്കന്ദർ ദർബാർ. ഓക്കെ, സിക്കന്ദർ ദർബാർ സർക്കാർ, ഈ 3 പടവും കണ്ടിട്ട് നമ്മൾ ഈ പടം കാണുമ്പോൾ ആക്ച്വലി ഈ പടം നല്ലൊരു പടം തന്നെയാണ്. കാരണം ആ 3 പടവും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, കണ്ടിട്ടുള്ളവരാണെങ്കിൽ. അത് വെച്ച് നോക്കുമ്പോൾ ഈ പടം, കാരണം ഞാൻ 3 പടം കണ്ടിട്ടുണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ ഈ പടം സൂപ്പർ പടമാണ്. പിന്നെ ആരാ പറയാ, പിന്നെ ഇതിൻ്റെ അകത്തുള്ള വില്ലനിസം വിദ്യുത്, പുള്ളിക്കാരൻ നൈസാണ്. പുള്ളിക്കാരൻ്റെ ബോഡി, പുള്ളിക്കാരൻ്റെ സ്വാഗ്, പുള്ളിക്കാരുടെ ആക്ഷൻ, പുള്ളിക്കാരൻ്റെ ഇൻട്രോ എല്ലാം പുള്ളിക്കാരൻ. അതായത് നമുക്കൊരു വില്ലനെ, ഒരു സിനിമ കണ്ടിറങ്ങി വില്ലനെ പ്രൈസ് ചെയ്യേണ്ട സാധനം മൊത്തം പുള്ളിക്കാരൻ അതിൻ്റെ അകത്തുണ്ട്. പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ എന്റർടൈനിങ് എലമെന്റ് അതിൻ്റെ അകത്ത്. അതായത് പുള്ളിക്കാരൻ്റെ ആക്ഷൻ എല്ലാം ഉണ്ട്. പുള്ളിക്കാരൻ്റെ ആക്ഷൻ പരിപാടി എല്ലാം ഉണ്ട്. അതായത് തുപ്പാക്കി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു വില്ലൻ പടം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പുള്ളിക്കാരൻ ഹീറോ. പക്ഷെ എനിക്ക് ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പറയാനുള്ളത്, ബ്രോ നിങ്ങൾ ആ ഹീറോ റോള് വെട്ടിട്ട് വില്ലൻ റോള് ചെയ്യും. കാരണം അയാൾക്ക് വില്ലൻ റോള് നൈസായിട്ട്, അതായത് ഇതേപോലെയുള്ള വില്ലൻ റോള് പുള്ളിക്കാരന് കിട്ടുകയാണെങ്കിൽ പുള്ളിക്കാരൻ നൈസായിട്ട് ചെയ്യും. കാരണം അത്രയും കിടിലായിരുന്നു അതിൻ്റെ അകത്തുള്ള വില്ലൻ റോള്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള കോമഡീസ് ഓക്കെ എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല. എന്ന് വെച്ചാൽ ഭയങ്കര പുതിയ കോമഡീസും അല്ല, ഭയങ്കര പഴയ കോമഡീസും അല്ല, ഒരു മിഡിൽ കിടക്കുന്ന കോമഡീസാ. ഓവർ ചളിയാക്കിയിട്ടില്ല, ആവശ്യത്തിന് മാത്രമേ എൻ്റെ അത് കോമഡീസ് വെച്ചിട്ടുള്ളൂ. അപ്പം ആ ഒരു ഇതും ഓക്കെയാണ്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ മറ്റേ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി. കൊത്തേല കണ്ണമ്പായില്ലേ, ആ പുള്ളിക്കാര്. ഓക്കെ, ആ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് അത്ര കൺവിൻസ് ആയിട്ടില്ല. ബിജു മേനോന്റെ ക്യാരക്ടർ കൊള്ളാം. ഓക്കെ, ബിജു മേനോന്റെ ക്യാരക്ടർ ഓക്കെയാണ്. പിന്നെ ആര്, ഹീറോയിന്റെ ക്യാരക്ടർ എനിക്ക് വലിയ കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം അതിൻ്റെ അകത്ത് ഒരു റൊമാൻസ് പരിപാടി ഇല്ല ആക്ച്വലി. അതുകൊണ്ട് ആ ഹീറോയിൻ വരികയാണെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് പടമായിരിക്കണം. അങ്ങനെ ഒരു റൊമാൻറ്റിക് എലമെന്റ്സ് ഒന്നും അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. സോ ആ ഹീറോയിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പടം അതേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി അടുത്ത കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഈ വില്ലൻ ഗ്യാങ്ങിന്റെ ആൾക്കാർ, അവര് അതിന്റെ പേര് വെസ്റ്റല്ല, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്.
ബുള്ളറ്റ് പ്രൂഫും ജാക്കറ്റ് ഒന്നും ഉണ്ടാകാതെ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് പിസ്റ്റലും കൊണ്ടുവന്നിട്ട് SPG കമാൻഡോസിനെയൊക്കെ വെടിവെച്ചിടും. അവരാണെങ്കിൽ നല്ല കിടിലം ആമേഴ്സും കിടിലം ഗണ്ണൊക്കെ വെച്ചോണ്ടിരുന്നിട്ട് അവരെ വെടിവെച്ചിടും. അങ്ങനത്തെ കുറച്ച് കത്തി പരിപാടികളൊന്നും ഇതിൻ്റെ അകത്ത്. പിന്നെ അതേപോലത്തെ കുറെ പരിപാടി. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഓക്കെ, പിന്നെ സ്റ്റോറി ബേസ് ഒക്കെ ഓക്കെയാണ്. കാരണം നമുക്ക് ഓക്കെ, ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. അത് ഞാൻ ഇപ്പോഴേ പറയാണ്, ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. എനിക്ക് ഈ സിനിമ എൻ്റെ ഇഷ്ടപ്പെടും. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അതായത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നല്ല, ഓക്കെ കണ്ടിരിക്കാം, ആവറേജ് പടം, ഒരു എബോ ആവറേജ് പടം എന്നുള്ളൊരു ഇതിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളതിൻ്റെ അകത്ത് എന്താ, മ്യൂസിക്സ് ഒന്നും കൊള്ളത്തില്ല, BGMs ഒന്നും കൊള്ളത്തില്ല. അനിരുദ്ധിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഈ സിനിമയ്ക്കകത്ത്. കാരണം സാധാരണ പുള്ളിക്കാരൻ ചെയ്യുന്ന BGMs ഒന്നും വലിയ ഉപയോഗമില്ലാതെ പോകാത്തൊരു തരത്തിൽ പുള്ളിക്കാരൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള BGMs, മ്യൂസിക്സ്, ആകെ അതിൻ്റെ ആ സലംബര പാട്ട് അത് മാത്രമേ കൊള്ളാമെന്നുള്ളൂ. പിന്നെ വേറെ പാട്ടൊന്നും അതിൻ്റെ അകത്ത് കൊള്ളത്തൊന്നുമില്ല. പിന്നെന്താ പിന്നെ എൻ്റെ അകത്ത് വല്ലതും പറയാനൊന്നുമില്ല. ഓക്കെ, ഒരു ആവറേജ് എബോ ആവറേജ് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വേറെ പറയാനൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ഏത് പടം കാണാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല. നെക്സ്റ്റ് പടം കാണാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂ വരും. അപ്പോൾ ഡു സബ്സ്ക്രൈബ് ഗൈസ്. ആൻഡ് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കാണാൻ പോകുന്നവരാണെങ്കിൽ ഓക്കെ കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് പടം എന്ന് പറയാൻ കുഴപ്പമില്ല, തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളത് കാണാം. പക്ഷെ ചില പടങ്ങളിൽ നമ്മൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കണ്ടേ പറ്റും. എക്സ്പെഷ്യലി ലോക നൈസ് പടമായിരുന്നു. കാരണം ഞാൻ തിയേറ്ററിൽ പോയി കാണാത്തവർക്ക് അത് മിസ്സിങ്. അതായത് OTT വരുമ്പോൾ അതിൻ്റെ എങ്ങനെ എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ തിയേറ്ററിൽ പോയി കാണേണ്ട പടം തിയേറ്ററിൽ പോയി കണ്ടാലേ പറ്റും. ഇതിൻ്റെ അകത്തും അങ്ങനെയാണ്. കുറെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതായത് ശിവകാർത്തികനും വില്ലൻ ഗ്യാങ്സുമായിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ശിവകാർത്തികനും വില്ലനുമായിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. അത് ആക്ഷൻ കൊറിയോഗ്രാഫി ആരാ ചെയ്തതെന്ന് പറഞ്ഞാൽ അറിയത്തില്ല, ബട്ട് അതൊക്കെ അടിപൊളിയാണ്. അതൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടാലേ അതിൻ്റെ ഒരു എഫക്റ്റീവ് കിട്ടത്തുള്ളൂ നമുക്ക്. ഓക്കെ, അതത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഞാൻ അടുത്ത പടം ഏതാണെന്നൊന്നും അറിയത്തില്ല. ഉണ്ടെങ്കിൽ പോയി കാണാം. ഹൃദയപൂർവ്വം കാണണമെന്നുണ്ടായിരുന്നു, ബട്ട് കയ്യിൽ പൈസ ഇല്ല, ഒന്നാമത്തെ കാര്യം. അതല്ല, അതിന് അത്ര ടൈമില്ല, ഒന്നാമത്തെ കാര്യം. എപ്പോൾ വീട്ടിൽ വരും, എപ്പോൾ സിനിമയ്ക്ക് പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഓക്കെ, നെക്സ്റ്റ് ഒരു അത് എൻ്റെ പേസിന് പറ്റിയൊരു മൂവിയല്ല. കാരണം എനിക്ക് സ്ലോ പേസ് അല്ല, എനിക്ക് ഫീൽ ഗുഡ് മൂവീസ് ഒന്നും വലുതായിട്ട് ഏക്കത്തില്ല. കുറച്ച് ആക്ഷൻ സീക്വൻസ്, കുറച്ച് ഹൊറർ, അമ്മാതിരി സാധനങ്ങളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. ഞാൻ അതേപോലത്തെ സാധനങ്ങളെ പോയി കാണാനും പോകത്തുള്ളൂ. അയ്യോ. ഓക്കെ, ബൈ. ഡു സബ്സ്ക്രൈബ്. നെക്സ്റ്റ് അടുത്ത വീഡിയോ വരും. 16-ാം തീയതിക്ക് ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. നമുക്കൊരു ഡിസംബറിന് മുമ്പ് ഒരു 100 സബ്സ്ക്രൈബേഴ്സ്, ഒരുപാടൊന്നുമില്ല, 100, ഇപ്പോൾ 74 സബ്സ്ക്രൈബേഴ്സായി. 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു ഐഡിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. 100 സബ്സ്ക്രൈബേഴ്സ്, വേറെ ഒന്നുമില്ല, 100. ഇപ്പം 74 സബ്സ്ക്രൈബേഴ്സായി. ഇനി നമുക്ക് 26 സബ്സ്ക്രൈബേഴ്സ് സംതിങ് കൂടെ ആവശ്യമുള്ളൂ. വീഡിയോ കാണുന്നവരെല്ലാവരും. ആൻഡ് അയ്യോ, നമ്മുടെ ലോകേര റിവ്യൂ വീഡിയോ അത് 300 എബോ വ്യൂസ് അടിച്ചു. താങ്ക് യു ഗൈസ്. കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഈ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ബൈ. ഡു സബ്സ്ക്രൈബ്.